നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ജയേഷ് എന്റെ കൂടെ വരുന്നതിൽ അരുന്ധതിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കൃഷ്ണ തുളസി ആരാണെന്ന് കണ്ടുപിടിക്കാൻ അരുന്ധതി ശ്രമിക്കുന്നത് ആരും അറിയുന്നതിൽ അവർക്ക് താല്പര്യമില്ല. എന്തായാലും കൃഷ്ണ തുളസി വരട്ടെ. അവരെ കാണുന്നില്ലല്ലോ. സാർ. എടോ, അവരുടനെ എത്തും. വന്നാൽ ഉടനെ റെക്കോർഡിംഗ് തുടങ്ങണം. സാർ, അതല്ല, ചെറിയൊരു പ്രശ്നമുണ്ട്. പ്രശ്നോ? എന്ത് പ്രശ്നം? സാർ അവരെ കണ്ടോ? അത് ജഗന്നാഥനല്ലേ? അതെ സാർ, ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പേടിച്ചിട്ടാണ് ഇതുവരെ പറയാതിരുന്നത്. എന്താ എന്താ കാര്യം? ഞാൻ പറയുന്ന കാര്യം ആരും അറിയരുത്. ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കണം. പേടിക്കണ്ട, എന്താന്ന് വെച്ചാൽ ധൈര്യമായിട്ട് പറഞ്ഞു. ആ ജഗന്നാഥൻ അവിടെ നിൽക്കുന്നത് കൃഷ്ണ തുളസി ആരാന്ന് കണ്ടുപിടിക്കാനാ. താൻ എന്താ ഈ പറയുന്നേ? സത്യമാണ് സാർ. കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് പറയാം. 2 ദിവസം മുമ്പ് എനിക്കൊരു ഫോൺ വന്നു. കൃഷ്ണ തുളസി ആരാന്ന് അയാൾക്ക് കണ്ടുപിടിക്കണം. അതിന് പുറകിൽ എന്തോ ലക്ഷ്യമുണ്ട്. വേറെ ആരൊക്കെ അയാളുടെ പുറകിലുണ്ട് സാർ. ക്രൂരനാണ് ആ ജഗന്നാഥൻ. സാർ എന്തെങ്കിലും ഉടനെ ചെയ്യണം. സ്റ്റുഡിയോയിൽ ഞാൻ ആരെയും അറിയിച്ചിട്ടില്ല. ഓക്കെ, എന്തായാലും താൻ പറഞ്ഞതിനും നന്ദി. താൻ ചെല്ല്. ശരി സാർ. വിവേക് വിളിക്കുന്നു. എടുക്ക്, ഉടനെ എത്താന്ന് പറ. ഞങ്ങൾ എത്താറായി. നിക്ക്, വരണ്ട, വണ്ടി ഒതുക്കാൻ പറ. വിവേക്, എന്താടാ പ്രശ്നം? എന്താടാ അങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞ? കൃഷ്ണ തുളസി ആരാണെന്ന് കണ്ടുപിടിക്കാനായി സ്റ്റുഡിയോയുടെ മുന്നിൽ ജഗന്നാഥൻ നിൽക്കുന്നുണ്ട്. ജഗന്നാഥനോ? അതെന്തിനാ കൃഷ്ണ തുളസിയെ കണ്ടുപിടിക്കുന്നത്? എന്താ സംഭവം എന്ന് തെളിച്ചു പറ. ഓ, അങ്ങനെയാണല്ലേ കാര്യങ്ങള്. പക്ഷേ ഒരു കാര്യം മനസ്സിലായി, ഇതിന്റെ പിന്നിൽ അരുന്ധതിയാ. അരുന്ധതി തന്നെയാണ് ജഗന്നാഥൻ അയച്ചിരിക്കുന്നത്. വിസ്മയുടെ ശബ്ദം പോലെ മറ്റൊരു ശബ്ദം വന്നിരിക്കുന്നു. ശ്യാമയാണോന്ന് സംശയം കാണും. അതിനുവേണ്ടിയാ ജഗന്നാഥനെ അയച്ചിരിക്കുന്നത്. അയാളുടെ കൂടെ വേറൊരുത്തനും കൂടിയുണ്ട്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അയാളെ. ഞാനിപ്പോ തന്നെ അയാളുടെ ഫോട്ടോ അയക്കാം. ഇതാണ് SI ജയേഷ്. എടാ വിവേക്, ജഗന്നാഥന്റെ കൂടെ നിൽക്കുന്നവൻ ആ ജഗന്നാഥിനേക്കാൾ വലിയ ക്രിമിനലാ. SI ജയേഷ് ആണോ? എന്തായാലും ഈ സിറ്റുവേഷൻ നമുക്കൊന്ന് തിരിച്ചുവിട്ടാലോ? മനസ്സിലായില്ല. അതായത് കൃഷ്ണ തുളസിയാണെന്ന് പറഞ്ഞ് നമ്മൾ വേറൊരു പെൺകുട്ടിയെ അവിടെ കൊണ്ടുവരുന്നു. ജഗന്നാഥനും ജയേഷും അതാണ് കൃഷ്ണ തുളസിയെന്ന് തെറ്റിദ്ധരിക്കുന്നു. ശ്യാമയുടെ ഒരു വലിയ തടസ്സം മാറി കിട്ടും. സൂപ്പർ ഐഡിയ. താൻ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. എന്റെ ഒരു കസിൻ ഉണ്ട്, ചാരുമള. ഞാൻ ചാരുമള ഇപ്പൊ തന്നെ വിളിച്ചു വരുത്താം. ബാക്കി ഞാനും ചാരുമളയും കൂടി നോക്കിക്കോളാം. നിങ്ങൾ വിട്ടോ. പാട്ട് അടുത്ത ദിവസം എടുക്കാം. ശരിതാ, ഓക്കെ. പൊതുവേദിയിൽ വരാൻ താല്പര്യമില്ല. മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് പാടുന്നു, അത്ര തന്നെ. ശ്യാമയുടെ വേറൊരു പതിപ്പ്. ജഗൻജി, എനിക്ക് പുതിയൊരാശയം തോന്നുക. ഒന്നാമത്, ശ്യാമയെ കൃത്യമായിട്ട് കിട്ടുന്നതിൽ വലിയ തടസ്സങ്ങൾ വരുന്നുണ്ട്.
അല്ല, അവൾക്ക് കോൺട്രാക്ട് ഒന്നും ഒഴിയാൻ പറ്റില്ല. എന്നാലും കുറെ ബുദ്ധിമുട്ടുകൾ വരുന്നു. ശ്യാമയുടെ സ്ഥാനത്തേക്ക് ഇവളെ കൊണ്ടുവന്നാലോ? അയ്യോ, അതൊന്നും വേണ്ട മമ്മി. ഇപ്പൊ ഉള്ള രീതി തന്നെ മുന്നോട്ട് പോയാൽ മതി. അല്ല, അരുന്ധതി പറയുന്നതും ആലോചിക്കണം വിസ്മയ. ഒന്നാമത് ഞാൻ ശ്യാമയെ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ആളാ. അവൾക്ക് ഏത് സമയവും എന്ത് സംഭവിക്കാം. അതുകൊണ്ട് അവളിലൊരു വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. അവൾ ഇല്ലാതായാൽ ഒരു പകരക്കാരിയെ കണ്ടുവെക്കുന്നത് നല്ലത് തന്നെയാ. കറക്റ്റ്. ചാർമിളയുടെ പാട്ടിന് ശ്യാമ പാടുന്ന ഒരു ഫീലുണ്ട്. അതുകൊണ്ട് തന്നെ ആരും സംശയിക്കില്ല. എന്നാൽ ശ്യാമയെക്കാളും നല്ല ഭാവമുള്ളതുകൊണ്ട് കൂടുതൽ സാധ്യതകളും ഉണ്ട്. ജഗൻ പറഞ്ഞതുപോലെ ഒരു ഓപ്ഷനായിട്ട് ചാർമിള നമുക്ക് വേണം. ചാർമിളയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എടുക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നും വരില്ല. ശ്യാമയെ കിട്ടാത്തൊരു സാഹചര്യത്തിൽ മാത്രം ചാർമിളയെ പറ്റി ആലോചിച്ചാ പോരെ? അത് മതി. പക്ഷേ നേരത്തെ ഒന്ന് സെറ്റ് ചെയ്ത് നിർത്തണം. അത് വേണം. ചാർമിളയും ശ്യാമയും ഒരേ സമയം തന്നെ നിലനിർത്തി പോകുന്നതും നല്ലതാണ്. ഞാൻ പറഞ്ഞു, ശ്യാമയുടെ കാര്യത്തിൽ ഒരു കണക്ക് കൂട്ടലുകളും വേണ്ട. ഏത് സമയവും എന്ത് സംഭവിക്കാം. നമുക്ക് ചാർമിളയുടെ ഡീറ്റെയിൽസ് എടുക്കാം. ഓക്കെ ജഗൻജി, നമുക്ക് ആ രീതിയിൽ മുന്നോട്ട് പോവാം. ഉം. എനിക്ക് ജഗൻജിയോട് മറ്റൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. എന്താണ്? ഞാനൊരു മ്യൂസിക് കമ്പനി പ്ലാൻ ചെയ്യുന്നുണ്ട്. വിസ്മയ മ്യൂസിക്സ്. ആൽബങ്ങളാ തുടങ്ങാൻ പോകുന്നത്. നമുക്ക് സ്വന്തമായിട്ടൊരു കമ്പനി ആകുമ്പോൾ ഒരുപാട് റിസ്ക് കുറയും. വിസ്മയുടെ പേരില് ആഹാരെ കൊണ്ട് വേണം പാടിക്കാം. പൊതുവേദിയിൽ പാടുമ്പോഴുള്ള ടെൻഷനും ബുദ്ധിമുട്ടും ഒന്നുമില്ല. ആ, അത് നല്ല തീരുമാനമാണ്. കൃത്യമായിട്ടും മാർക്കറ്റിംഗ് ഉണ്ടെങ്കിൽ മ്യൂസിക്കൽ കമ്പനി വലിയ ലാഭമാണ്. നമുക്ക് ഈവന്റുകൾ സംഘടിപ്പിക്കാം, മ്യൂസിക് നൈറ്റുകളും നടത്താം. വിസ്മയെ നാഷണൽ ലെവലിലേക്ക് നമുക്ക് തന്നെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യാം. അതെ, സാധ്യതകളുള്ളതാണ്. അല്ല, അതിലിപ്പോ എന്റെ സഹായം എന്താണ്? ആ കമ്പനിയിലൊരു പാർട്ട്ണർ ആവുന്നോ? അതായത് നമ്മൾ രണ്ടുപേരുടെയും ഉടമസ്ഥതയിലുള്ള ഒരു കമ്പനി. പുതിയൊരു ഫീൽഡാണെന്ന് ടെൻഷൻ വേണ്ട അങ്കിൾ. മ്യൂസിക് വേൾഡിനെ പറ്റി മമ്മിക്കും എനിക്ക് നല്ല ധാരണയുണ്ടല്ലോ. അതെ, ജേക്കൻ ഒരാളായിട്ട് കൂടെ നിന്നാ മതി. ഞാന് ഒന്ന് ആലോചിക്കട്ടെ, ആലോചിച്ചിട്ട് പറയാം. പക്ഷേ ശ്യാമയെ മുന്നിൽ കണ്ടുകൊണ്ട് വേണ്ട കമ്പനി തുടങ്ങാൻ. ഞാൻ പറഞ്ഞല്ലോ, അവൾ ഈ ഭൂമിയിൽ അധിക നാൾ ഉണ്ടാവില്ല. ചാർമിളയെ പോലെ ഒരാളിലേക്ക് നമ്മൾ പോകുമ്പോ ശ്യാമ ഭൂമിയിൽ ഉണ്ടാകാനും പാടില്ല. അത് ജഗൻ തീരുമാനിക്കുന്നത് പോലെ തന്നെ ആവട്ടെ. ഇനിയിപ്പോ അവളുടെ 3ാം കല്യാണമല്ലേ അഖിലൊത്ത്. ഇനി നടക്കാൻ പോകുന്ന അത്രേ ഒറിജിനൽ കല്യാണം. എന്ത് ഒറിജിനൽ കല്യാണം? അവൾക്ക് ഈ കല്യാണം വിധിച്ചിട്ടില്ല. ഈ കല്യാണം നടക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.